അല്ല, ഞങ്ങൾ ഈ 18,000 ദോശകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഒരു എന്നാലും ഇല്ല. തന്നെ പോലെ ഒരുത്തിനും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഏതായാലും താൻ ഭാഗ്യവാന. ആദ്യത്തെ 2 മാസം ശമ്പളമൊന്നും ഇല്ലെങ്കിലും താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ അല്ലേ? അപ്പോ 2 മാസം ശമ്പളം ഇല്ലേ? വെറും 2 മാസല്ലേ. തന്റെ ദോശയുടലും പരത്തിലൊക്കെ ഞാനൊന്ന് കാണട്ടെ. അതിനുശേഷം ചെറിയൊരു ശമ്പളം എന്താ? കർത്താവേ, മേഘങ്ങളിൽ ഞാൻ കണ്ട മാലാക ഇതല്ലായിരുന്നോ? Hola, hola, señorita. Aquí viene la belleza de España. ¡Ale! ¡Ale! സ്പാനിഷ് മസാല. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു പുതിയ ഐറ്റം തന്നെ ഉണ്ടാക്കി കളഞ്ഞല്ലോ. നമ്മുടെ ദോശയിലെ ഒരു മുട്ടയും ഇവിടുത്തെ ചൊറീസോയും ജൂലിബറും പിന്നെ കുറച്ച് ചീസും മഷ്റൂമും ചേർത്ത സ്പാനിഷ് മസാലയെ. എന്തായാലും സായിപ്പന്മാർക്ക് സംഗതി പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുഡാ. ഡൽഹിയിൽ വെച്ച് കുട്ടിക്കാലത്ത് കമീലത് കഴിച്ചിട്ടുണ്ടോ? എനിക്കത് വേണം. നോ നോ നോ, സ്ട്രീറ്റ് ഉണ്ടാക്കുന്നൊക്കെ വാങ്ങി തന്ന സിനിയർ വഴക്ക് പറയും. Lo quiero. സി, ഇതൊട്ടും ഹൈജീനിക് അല്ല. വേണമെന്ന് പറഞ്ഞാൽ വേണം. ഓക്കെ, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ടേബിളിൽ അതുണ്ടാവും. How is the food? Very tasty. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി. Perdóname. ഡോക്ടർ പ്രിസ്ക്രൈബ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം. I want Indian breakfast. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഡോക്ടറോട് ഞാൻ ആൻസറബിൾ ആണ്. I am very sorry. I want what I said. Cualquier cosa que digo, la respuesta es en vez. Lo siento, no puede ser. Estoy harta. Es mejor estar muerta que vivir sin libertad. Hablo con todo y con todos. Yo como lo que quiero. Paplan. Yo no puedo más. No, Paplan. Papan. Por una vez en mi vida. Paplan. Hago lo que quiero. പിന്നെ Basta para mí. Basta. Dile que se calme. സി, എന്റെ സാറേ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എതിരി നിന്നാൽ അതിന്റെ സ്വഭാവം അറിയാലോ. അതിനിഷ്ടം എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക്. എടാ, സുഖമില്ലാത്ത കുട്ടിയാ. സ്ട്രീറ്റിൽ കാണുന്നൊക്കെ ഇതുപോലെ വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? സാറേ, നമ്മളൊക്കെ അവരുടെ ശമ്പളം പറ്റുന്നവരാ. വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. വയറിളകുന്ന ഇളകട്ടെ, സാറിനെന്താ? സ്ട്രീറ്റിൽ കാണുന്നത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ സെനിയോറിന് അത് ഇഷ്ടാവില്ല. സെന്യൂർ ആ ചെസ് ബോർഡിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റാലല്ലേ ഇതറിയൂ. സാർ ഒരു കാര്യം ചെയ്യും, വഴിയരികിൽ ഉണ്ടാക്കുന്നത് വാങ്ങിച്ചു കൊടുക്കണ്ട. അതുണ്ടാക്കുന്നവനെ പാലസിൽ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യൂ. അതാകുമ്പോൾ നമുക്കും വായിക്ക് രുചിയായിട്ട് നാട്ടിലെ ഭക്ഷണം കഴിക്കാമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതുപോലെ കൺഫ്യൂഷൻ വരുമ്പോൾ എന്നോട് ചോദിച്ചോളൂ. ബുദ്ധി ഞാൻ തരാം. സാർ ശരീരം മാത്രം ഉപയോഗിച്ചാൽ മതി. എന്ത്? കേരളം മുഴുവൻ ആരാധകരുള്ള കലാനികേതൻ ചാർലി ഒരു വീട്ടിൽ അടുക്കള പണിക്ക് നിൽക്കുകയോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മിസ്റ്റർ മേനവൻ, നിങ്ങൾക്കിത് ചോദിക്കാനായിട്ട് എങ്ങനെ ധൈര്യം വന്നു? ഞാനിവിടെ ദോശ ഉണ്ടാക്കണ കണ്ടട്ടാ. ഞാനും ഈ മജീക്കായും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ടൈം പാസിന് ഇത്തിരി ദോശ ചുട്ടുന്ന് കരുതി. ഞാൻ വേറെ കുക്കാണെന്ന് കരുതരുത് കേട്ടോ. ഞങ്ങൾ പാർട്ട്നേഴ്സാ. ഫിലിപ്പേ ദെ ആൽവയുടെ പാലസിൽ നിന്ന് റിക്വസ്റ്റ് വന്ന ഇവിടെ ആരും തള്ളിക്കളയാറില്ല. താൻ പുതിയ ആളായതുകൊണ്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കും മജീദേ. സാറ് വിഷമൊന്നും വിചാരിക്കരുത്. ഇവനിവിടെ വന്നതിന് ശേഷം കച്ചവടമൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരിക. പെട്ടെന്ന് ഇവന് ഇല്ലാണ്ടായ എല്ലാ ഉദാളത്തിലാവും. മാത്രമല്ല, സാറിനോട് സത്യം തുറന്നു പറയാലോ, ഇവൻ അവിടെ ശരിയാവില്ല. ഇവന് ജോബ് വിസ ഇല്ല. ഗ്രൂപ്പ് വിസയിൽ വന്നിട്ട് മുങ്ങി അടക്കുക. അത് ശരി. എന്നിട്ടാണ് അവൻ ഇത്ര അഹങ്കാരം. ഇവനിപ്പോ തന്നെ പോലീസിൽ ഏൽപ്പിച്ചേക്കാം. അയ്യോ സാറെ, ചതിക്കരുത്. നിവൃത്തി കേടുകൊണ്ട് വേറൊരു മാർഗം ഇല്ലാത്തോണ്ട് മുങ്ങിയതാ. ഞാൻ പാർട്ട്ണറൊന്നുമല്ല, വേറെ കുക്കാ. എന്ത് അടിമപ്പണി ചെയ്യാനും ഞാൻ തയ്യാറാ. പാലസിലെ ജോലിയോട് നിനക്ക് വലിയ പുച്ഛമല്ലേ? നീ എന്താ കരുതിയത്? അവിടെ ഷെഫാവെന്ന് വെച്ചാൽ ഇവിടെ ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് തുല്യ.
മാസം 2000 യൂറോയാ ശമ്പളം. 2000 യൂറോയെ എന്ന് വെച്ചാൽ നാട്ടിൽ 1.5 ലക്ഷം രൂപ. എന്റെ യൂറോ പുണ്യാളോ. എന്താ പാലസിലെ അടുക്കളപ്പണി മോശമാണെന്ന് തോന്നുന്നുണ്ടോ? സാറേ, പാലസിന്റെ അടുക്കള ഇത്രയും വലിയ അടുക്കള എന്ന് ഞാൻ അറിഞ്ഞില്ല. സാർ ദയവ് ചെയ്ത് എന്നെ ജയിലിലിടരുത്. പാലസിന്റെ അടുക്കളയെ കൊണ്ട് ഇട്ടോളൂ സാർ. മര്യാദക്കാണെങ്കിൽ നിന്റെ ജോബ് വിസയൊക്കെ ഞാൻ ശരിയാക്കാം. എന്ത് പറയുന്നു? സാർ, കുറച്ച് സമയം കൂടി എനിക്ക് തരണം. എന്റെ ബാഗ് അകത്ത് പോയി എടുക്കാനുള്ള സമയം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മജീദ് ഒരു തീരുമാനവും പറഞ്ഞില്ല. ഒരുത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തെളിയുമ്പോൾ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. സാറ് അവനെ കൊണ്ടുപോയിക്കോ. പാടോ. മജീദ്ക്ക, മറക്കില്ല. തരാനിപ്പോ എന്റെ കയ്യില് വേറെ ഒന്നുമില്ല. ഞെട്ടാ, മാലയിട്ട് കാണണം. തളരരുത്. ഇവിടെ ഉണ്ടാക്കുന്ന ആദ്യം ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാൻ പാടുള്ളൂ. അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എനിക്ക് സെക്യൂരിറ്റി നോക്കാൻ ധൃതിയായി. വേഗം എടുക്കൂ. എത്ര കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. മടങ്ങി ഇനി പോരട്ടെ. എനിക്കൊന്നുകൂടെ സെക്യൂരിറ്റി നോക്കേണ്ടി വരും. ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ സെന്യോർ റെക്കോർഡ് ചെയ്ത് അപ്പം തന്നെ എടുത്ത് നോക്കും. ക്യാമറ തുണിട്ടിട്ട് വേണം എനിക്ക് അടുത്ത ദോശ. Sí, tú sigue comiendo y charlando con tu paisano. Ya verás cuando te riñan por no haber terminado de limpiar. ആളെ മനസ്സിലായില്ല? ഇല്ല. എന്നെ ചീത്ത പറഞ്ഞത് കേട്ട് മനസ്സിലായില്ല? എന്റെ ഭാര്യയാണ് ജെന്നിഫർ. ഇവിടുത്തെ കുക്ക. ഇവളുടെ ഫുഡ് കഴിച്ചാൽ ഞാൻ ഈ കോലത്തിലായത്. നീ ഷെഫായിട്ട് വന്നത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. പോരാത്തതിനും നീ ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കുന്നത് അവൾ കണ്ടില്ലേ. ഇന്ന് കുടുംബകലം ഉറപ്പാ. ഒരു ഇന്റർനാഷണൽ ദാമ്പത്യം പപ്പേട്ടൻ എങ്ങനെ ഒപ്പിച്ചെടുത്തു? അവരുടെ നാട്ടുകാരുടെ മോശമായി എനിക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ പ്രേമിച്ചതാ. വലിയ ലവ് സ്റ്റോറിയാ. പക്ഷെ ഇപ്പം എനിക്കത് ഓർക്കുമ്പം ഹൊറർ സ്റ്റോറിയായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. കുഴിയിൽ ചാടിയ ചുണ്ടടി. പപ്പേട്ടൻ നോവലൊക്കെ എഴുതുമോ? ഇവിടുത്തെ ബോറടി മാറ്റാൻ വേണ്ടി എഴുതി തുടങ്ങിയതാ. കണ്ണിന് നേരെ കണ്ട ജീവിതം മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ഇവിടുത്തെ സെന്യോർ ഉണ്ടല്ലോ, ഇവിടുത്തെ സായിപ്പിന് കൊടുക്കുന്ന സെന്യോറിനാ? ഏയ് അല്ല, സാർ എന്ന് വിളിക്കുന്നത് പോലെ സ്പാനിഷിൽ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് സെന്യോർ.